ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ നമുക്കിന്ന് വെള്ളയപ്പമാണ്. തലേദിവസം കുതിരാൻ വെച്ച അരിയാണ്. നമ്മൾ രാവിലെ 2-3 ചുമന്നുള്ളിയും ഇച്ചിരി ജീരകം ഒക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ബീൻസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് കറിക്കുള്ള ഗ്രീൻ പീസും ക്യാരറ്റും കിഴങ്ങും ഒക്കെ നമുക്കൊന്ന് കുക്കറിലോട്ട് വേവിക്കാൻ വെക്കാമേ. പിന്നെ ഇതേ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള അരിഞ്ഞ് വെക്കുവാണേ. കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ നമുക്കൊന്ന് ബീൻസ് തോരനും കൂടെ വെക്കാവേ. അപ്പോൾ അതുകൊണ്ട് കോവയ്ക്ക അങ്ങോട്ട് അടുപ്പിലിട്ട് വെക്കുവാണേ. അപ്പോൾ ഇന്ന് അബിക്കും സ്കൂളിൽ പോകേണ്ടതാണ്. അബിക്ക് അപ്പോൾ ഇന്ന് 10ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവനൊന്ന് സ്കൂളിൽ പോകണം. അപ്പോൾ നേരെ നമ്മുടെ ബീൻസ് തോരനും കൂടെ നമ്മൾ അടുപ്പിലിട്ട് വെക്കുവാണേ. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് അപ്പോൾ വെന്തിരിപ്പുണ്ടായിരുന്നല്ലോ, നമുക്കതൊന്ന് കറിയാക്കാം. അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി നമുക്കൊന്ന് കറിയാക്കി എടുക്കാം. അപ്പോൾ അത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് ഒന്ന് കടുക് താളിച്ചൊഴിക്കുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവുമേ. അപ്പോഴത്തേക്ക് നമ്മുടെ മാവുതേ അരച്ച് ഞാൻ പറയില്ലേ ചെറിയ ചൂടുവെള്ളത്തിലിങ്ങനെ പൊങ്ങാൻ വെക്കുവേ. അപ്പോൾ ഇതേ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അപ്പം ചുട്ടെടുക്കാവേ. അപ്പം ഇതേ ഓരോന്ന് നമുക്ക് ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. ഇതേ അപ്പോൾ അതങ്ങോട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കാം. രണ്ടുപേർക്കും ഇതേ റെഡിയായിട്ടിരിപ്പുണ്ട്. ഒരാൾ റെഡിയായി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. ഇതേ അവർക്ക് ഉച്ചക്കത്തോളം എടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് 10ാം ക്ലാസ് സ്റ്റാർട്ടാവുമല്ലേ, അത് കാരണം അപ്പൂപ്പൻ്റെ അച്ഛമ്മയുടെയും ഒക്കെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അവൻ ഇതേ പോയി സ്കൂളിലോട്ട്. അപ്പോൾ ഇന്ന് മത്തിയാണ് കിട്ടിയത്. അപ്പോൾ അമ്മ അത് വെട്ടിത്തരാന്ന് പറഞ്ഞാൽ അമ്മ വെട്ടുവാണേ. മത്തിക്കറിയും പിന്നെ മത്തി വറുത്തവും ഉണ്ടാക്കി. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഒരു ചെറിയ പായസമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. ബൈ.